ശ്രീ രാജു പി നായർ, രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം മന്ത്രിമാർ ജയിലിലേക്ക് പോകുന്നത് നമ്മൾ ഇനി കാണേണ്ടി വരും എന്നുള്ളത്, ഷാഫി പറമ്പിൽ പറയുന്നത് കാര്യമായി ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തി നിൽക്കും എന്നുള്ളതാണ്. ശരിയാണ്, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പക്ഷേ ഇതുവരെയും യാതൊരു മൊഴിയും ഇല്ലാതെ ഇരുന്നിട്ടും അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു തെളിവുമില്ലാതെ ഇരുന്നിട്ടും ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ്? അതോ CPM ഇപ്പോഴും പത്മകുമാറിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്, പുറത്തു നിർത്താത്തത് നിങ്ങൾക്കതിനുള്ള രാഷ്ട്രീയമായ ധൈര്യം നൽകുന്നു എന്നുള്ളത് കൊണ്ടാണോ? മധു, ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്, അങ്ങ് മാധ്യമ പ്രവർത്തകയാണ്. നമ്മളെല്ലാം ഒരേ രീതിയിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുക, അതായത് രാഷ്ട്രീയത്തിൽ ഇൻട്രിക്കസീസിലേക്ക് പോകുന്നവരും കൂടിയാണ്. ഒരു ദേവസ്വം പ്രസിഡന്റ് CPMൻ്റെ ഏറ്റവും ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടെയും സമ്മതത്തോടെയും ഇംഗിതത്തോടെയും അല്ലാതെ നിയമിക്കപ്പെടുമെന്ന് മാധുവിന് ചിന്തിക്കുന്നുണ്ടോ? കോൺഗ്രസിനകത്ത് കഴിയില്ല, പിന്നല്ലേ CPM. ഒരു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ മെഡിക്കൽ കോളേജിലെ പ്യൂണിനെ നിയമിക്കണമെങ്കിൽ ലെനിൻ സെൻറ്ററിൽ നിന്ന് കത്ത് വരണം. അതാണ് CPMൻ്റെ സംവിധാനം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെ നിയോഗിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ CPMൻ്റെ ഏറ്റവും ഉന്നത നേതൃത്വം അറിയാതെ നടക്കും എന്ന് അങ്ങേക്ക് ചിന്തിക്കുകയാണെങ്കിൽ വളരെ നിഷ്കളങ്കമായി പോകും. ഒന്ന്, N വാസു എന്ന് പറയുന്ന ആൾ CPMൻ്റെ നേതാവാണ്. അദ്ദേഹം ദേവസ്വം കമ്മീഷണർ മാത്രമായിരുന്നല്ല, CPMൻ്റെ നേതാവാണ്. CPMൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. PK ഗുരുദാസൻ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ PS ആയിരുന്നു. അതും രാഷ്ട്രീയ നിയമനമാണെന്നുള്ളത് അങ്ങേക്കറിയാലോ. അപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന N വാസു ഉൾപ്പെടെ നടത്തിയിരിക്കുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് ഉള്ള ഒരു ആരോപണം, ശരി ആരോപണമൊന്നും ഉണ്ടായത്, പക്ഷേ N വാസു നടത്തിയ ക്രമക്കേടിന് ശേഷം അദ്ദേഹത്തെ ദേവസ്വം പ്രസിഡന്റായിട്ട് നിയോഗിക്കാനുള്ള തീരുമാനം എങ്ങനെ വന്നു? അപ്പോൾ N വാസുവിന് കൊടുക്കുന്ന വിശ്വാസ്യത, പിണറായി വിജയനോ അല്ലെങ്കിൽ CPMൻ്റെ ഉന്നത നേതൃത്വം കൊടുക്കുന്ന വിശ്വാസ്യത എവിടെയുണ്ടല്ലോ. ഇനി രണ്ടാമത് പത്മകുമാർ വരുന്നു. പത്മകുമാറും രാഷ്ട്രീയ നിയമനമാണ്. അങ്ങ് തന്നെ സൂചിപ്പിച്ച പോലെ എനിക്കറിയില്ല പത്മകുമാറും ശ്രീ വാസുവും തമ്മിലുള്ള അകൽച്ചയോ തർക്കങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഈ തകർച്ചയും ഒന്നും ഇല്ലെങ്കിൽ പോലും, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും, രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഒരേ രീതിയിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാവുന്നത് എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് CPMൻ്റെ ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടെ നടന്നതാണെന്നുള്ളത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ ഒരു പാഴൂർ പഠിക്കലും പോകേണ്ട കാര്യമില്ല. സാമാന്യ ബുദ്ധി CPMനെ കുറിച്ചും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും അറിയുന്നവർക്ക് മാത്രം മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത്? ഈ ഹൈക്കോടതിയുടെ അന്വേഷണത്തിന് മുൻപ് 2022 തന്നെ 19 കൊണ്ടുപോയ സ്വർണത്തിൽ തട്ടിപ്പ് കാണിച്ചിരുന്നു എന്നുള്ളത് ഈ ദേവസ്വത്തിന് വിജിലൻസിന് ഉൾപ്പെടെയുള്ളവർക്ക് ബോധ്യപ്പെട്ടിരുന്നു, ദേവസ്വം കമ്മീഷണർക്ക് ഉൾപ്പെടെ ബോധ്യപ്പെട്ടിരുന്നു, ഇല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നടപടി ഉണ്ടായില്ല? നമ്മൾ അവസാനം 2025 പീഠം കൊണ്ടുപോയി എന്ന് പറഞ്ഞു, ആ പീഠം കാണാനില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഈ അയ്യപ്പ സംഗമം നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദര വീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടുപിടിക്കുകയുണ്ടായി. ഹൈക്കോടതിയുടെ അന്വേഷണം ഒന്നും ഇല്ലായിരുന്നല്ലോ. അയ്യപ്പൻ്റെ പീഠം കാണാതെ പോയി എന്ന് പറഞ്ഞതിന് ശേഷം അത് അദ്ദേഹത്തിൻ്റെ സഹോദരയുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കുകയും പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് അയ്യപ്പൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിനകത്ത് മുഴുവൻ കള്ളത്തരവും നടത്തിയതെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് മോഷണത്തിനൊരു കേസെടുത്തില്ല? കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ആളല്ലേ. ഞാൻ ചോദിക്കുന്ന മാധു, ഇത് ശബരിമല അയ്യപ്പൻ, നമ്മൾ കേരളത്തിലെ ആൾക്കാർ മനുഷ്യർ സമാധാനം കാക്ഷിക്കുന്നുണ്ടല്ലേ? ഇത്തരത്തിലൊരു കൊള്ള അയ്യപ്പനെ പോലെ അത്രമാത്രം വൈകാരികമായി ആരാധിക്കുന്ന ജനങ്ങളുടെ ഒരു ആരാധനാ കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു കൊള്ള നടന്നാൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്താണെങ്കിൽ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പാൻ വേറെ ഒരു കാര്യമുണ്ടോ? അപ്പം അങ്ങനെ ഒരു മോഷണം നടന്നിട്ട് കേസെടുക്കാൻ എന്തുകൊണ്ടാണ്? ആഭ്യന്തരമന്ത്രിക്ക് അതിനകത്ത് മറുപടി പറയണ്ടേ? പറഞ്ഞിട്ടില്ലല്ലോ. 3, ഈ 2019 ക്രമക്കേട് മറച്ചു വെക്കാൻ വേണ്ടി 2025 ഇത് വീണ്ടും കൊണ്ടുവന്നത്, അത് 2019 ക്രമക്കേട് മറച്ചു വെക്കുന്നതാണെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹൈക്കോടതി വിധിയിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 2023 24 ഉണ്ടോ, മണ്ഡലകാലത്തിന് മുമ്പ് ഇത് ഇളക്കിക്കൊണ്ടുപോയി പെട്ടെന്ന് മണ്ഡലകാലം തീരുന്നതിന് മുമ്പ് ഇത് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്, അതുകൊണ്ട് അർജൻസി ഉള്ളത് കൊണ്ട് കൊടുത്തുവിടാൻ വേണ്ടി പ്രത്യേക അനുമതിക്ക് ചെന്നിരുന്നു. അന്ന് കോടതി അനുമതി കൊടുത്തില്ല. ആ മണ്ഡലകാലം കടന്നതിന് ശേഷം പിന്നെ അടുത്ത മണ്ഡലകാലം വരെ ഇവർക്ക് ഈ അർജൻസി ഉണ്ടായിരുന്നില്ല. ആ കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുകയാണ്, ഇത്തരത്തിലുള്ള അർജൻസി അഭിനയിച്ചത് പോലും സന്നിധാനത്ത് വെച്ചത് ചെയ്യാതെ ചെന്നൈയിൽ കൊണ്ടുപോയി ചെയ്ത് ക്രമക്കേട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ 2019 മുതൽ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും 2 മന്ത്രിമാരുടെയും കാലത്ത് ഇത്രയും ആസൂത്രിതമായ കൊള്ള, ദേവസ്വം ബോർഡ് മെമ്പർമാരുണ്ട്, പ്രസിഡന്റുമാരെന്ന് മാത്രം പറഞ്ഞു പോകരുത്, മെമ്പർമാരുണ്ട്. അപ്പോൾ ഒരു സംവിധാനം മുഴുവൻ ഇത്രയും ആസൂത്രിതമായ കൊള്ള നടന്നിട്ട് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും CPMഉം അറിയാതെയെന്ന് പറഞ്ഞാൽ അത് കേട്ട് വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കെയും പറ്റുമോ?
നോക്കൂ, ഇപ്പൊ ഉണ്ണികൃഷ്ണൻ അല്ല ഈ പത്മകുമാറിന്റെ മൊഴികളിൽ നമ്മൾ പുറത്തു വരുന്ന സംഭവം എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം പോയത് കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്താണ്. എന്നിട്ട് കടകംപള്ളി സുരേന്ദ്രനാണ് ഇങ്ങോട്ടേക്ക് ദേവസ്വം ബോർഡിലേക്ക് വിടുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകുന്ന ഒരു ലോജിക് കൂടി മാധവൻ ചിന്തിച്ചോ. 39 ദിവസം അവിടെ നിന്ന് കൊണ്ടുപോയി ചെന്നൈയിൽ എത്തുന്ന 39 ദിവസം ഉണ്ടല്ലോ, ആ 39 ദിവസത്തിനിടയ്ക്ക് ആസൂത്രണം ചെയ്ത് ഈ ആൾക്കാരെ കണ്ടുപിടിച്ച് നടത്താവുന്ന കള്ളത്തരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. അയ്യപ്പന്റെ മുതല് കൊണ്ടുപോയി വിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെന്നിട്ട് മാധുവിനടുത്തുനിന്ന് എൻ്റെ അയ്യപ്പന്റെ ദ്വാരപാല ശില്പമുണ്ട്, ഒരു 10 കോടി തന്നാൽ ഞാൻ മാധുവിന് തന്നേക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. വലിയ ആസൂത്രണം, മാർക്കറ്റ് കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു, അതിനുള്ള ആളുകളെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു, അതിനുള്ള പണം മുടക്കാൻ തയ്യാറായ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതിന് ഇപ്പോൾ ഈ കോടതി അടക്കം ഏറ്റവും പ്രമുഖരായ അന്താരാഷ്ട്ര ഇതുപോലെയുള്ള വിഗ്രഹക്കടത്ത് സംഘങ്ങളെ അടക്കം കോടതി അടക്കം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. നമ്മളെല്ലാം അത് കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. മഹേഷ് തീർത്തേക്കാം. അപ്പൊ ഇത്രയും വിപുലമായിട്ട് അല്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ ഇത്രയും വിപുലമായിട്ട് ഇത് ആസൂത്രണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോയി വിൽക്കാനുള്ള ബയേഴ്സിനെ ഉൾപ്പെടെ കണ്ടതിന് ശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം മുതൽ പറഞ്ഞത് ഇത് ആർക്കാണ് കൊടുത്തതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയേണ്ടി വരും. കടകംപള്ളി സുരേന്ദ്രൻ ഇത് ആർക്കാ വിറ്റത് എന്നുള്ളത് പറയണം എന്ന് ആദ്യം തന്നെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് ഇൻഡാസ് അയച്ചു, പിന്നൊന്നും ഉണ്ടായിട്ടില്ല ഇല്ലേ. ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ ഈ കോടതിയുടെ മുമ്പിൽ പറയേണ്ട സാഹചര്യത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഈ പറയുന്ന പോയവരൊക്കെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ CPM ഉന്നത നേതൃത്വം പോയിരിക്കുന്നത് പൈലറ്റായിട്ടാണ്. ജയിലിലെ സൗകര്യമൊരുക്കി പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി നേരായ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ സ്വർണം വീക്ക്നെസ് ആയ വിജയേട്ടൻ കൂടി പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നുള്ളത് യാതൊരു തർക്കവും വേണ്ട.